വാർത്തയിലേക്ക് വിശദമായി. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 49 ദിവസമായി ബിജെപി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സമരം വിജയമായിരുന്നെന്നാണ് ബിജെപിയുടെ അവകാശവാദം. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ അടുത്ത മാസം ശബരിമല നട തുറക്കുന്നതോടെ ഉപവാസ സമരം തുടങ്ങാനാണ് തീരുമാനം. സമരം ഏഷ്യയില്ലെന്ന് ബിജെപി തന്നെ സമ്മതിച്ചുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ശബരിമല കേന്ദ്രീകരിച്ച് ബിജെപി നടത്തിയ നിരാഹാര സമരമാണ് ഡിസംബർ 3 സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയത്. എൻ രാധാകൃഷ്ണൻ, CK പത്മനാഭൻ തുടങ്ങിയ നേതാക്കൾ നിരാഹാരമിരുന്ന സമരം PK കൃഷ്ണദാസിലൂടെയാണ് അവസാനിച്ചത്. ശ്രീ ഗോപിനാഥൻ നായരും ശ്രീ K അയ്യപ്പൻപിള്ള സാറും ശ്രീ PK കൃഷ്ണദാസിക്ക് നാരങ്ങ നീര് നൽകിക്കൊണ്ട് ഈ നിരാഹാര സമരം കൂടെ അവസാനിക്കുകയാണ്. ആദ്യം വലിയ പങ്കാളിത്തമുണ്ടായെങ്കിലും പിന്നീട് സമരപ്പന്തലിൽ പ്രവർത്തകരില്ലാതായത് സമരം പരാജയമായെന്ന വിമർശനങ്ങൾക്ക് വഴിവെച്ചു. പാർട്ടിയിലെ ഭിന്നതകൾ സമരത്തെ ബാധിച്ചുവെന്നും വിമർശനമുണ്ടായി. എങ്കിലും സമരം വിജയമാണെന്നാണ് നേതാക്കളുടെ അവകാശവാദം. നിരാഹാരം അവസാനിപ്പിച്ചെങ്കിലും സമരം തുടരുമെന്ന് നേതാക്കൾ. വിശ്വാസമർപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എന്തിനും തയ്യാറാണ്, ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ആരോടും പരിഭവമില്ല, ആരോടും വിദ്വേഷമില്ല, ആരെയും വിമർശിക്കുന്നില്ല. സമരം ഏഷ്യയില്ലെന്ന് നടത്തിയവർ തന്നെ സമ്മതിക്കുന്നുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഈ നടന്ന പ്രവർത്തനങ്ങൾ ഏഷ്യയില്ല എന്നുള്ളത് ആ സമര നേതൃത്വം വഹിച്ചവർ തന്നെ സമ്മതിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ശബരിമല വിഷയം സജീവമായി നിർത്താനാകും ബിജെപി ശ്രമിക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശനം വിലക്കിയ 1991 ഹൈക്കോടതി വിധിയെയും ജഡ്ജിയെയും വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വിധി ബോധപൂർവമായിരുന്നുവെന്നും നിയമപരമല്ലായിരുന്നുവെന്നും പിണറായി ആരോപിച്ചു. ശബരിമല പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ട NSSനെ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പരോക്ഷമായി വിമർശിച്ചു. ശബരിമലയിലെ സുപ്രീംകോടതി വിധി സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗസമത്വത്തിനും വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ ശേഷമാണ് യുവതീ പ്രവേശനം വിലക്കിയ 1991 ഹൈക്കോടതി വിധിയെ മുഖ്യമന്ത്രി വിമർശിച്ചത്. 91 വരെ ശബരിമലയിൽ സ്ത്രീകൾ കയറിയിരുന്നു. എന്നാൽ ഹൈക്കോടതി വിധി ബോധപൂർവമുള്ളതായിരുന്നു, വിധി നിയമപരമല്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 91 ഒരു ജഡ്ജിയുടെ ഉത്തരവ് വരുന്നു. ആ ജഡ്ജി ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ബോധപൂർവമാണ്, അത് നിയമവിരുദ്ധാണെന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞല്ലോ. 91 ശേഷം വന്ന കാര്യം എങ്ങനെ ആചാരമാകുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ശബരിമലയിൽ പ്രക്ഷോഭം തുടങ്ങിയത് ജാതി മേധാവിത്വമുള്ളവരാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഫ്യൂഡൽ മേധാവിത്വ ശക്തികൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധിക്കുന്നുവെന്നും NSSനെയും പന്തളം കൊട്ടാരത്തെയും പരോക്ഷമായി ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. ഫ്യൂഡൽ ചിന്തയും അന്നത്തെ നാടുവാഴിത്തത്തിൻ്റെ ഭാഗമായി നിലനിന്നിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ബോധപൂർവം തന്നെ പിന്തുടരുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. കോലീബി സഖ്യമുണ്ടായതുപോലെ ഇപ്പോൾ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞാണ് ഇടതുപക്ഷ വിരുദ്ധ സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജാതിമത ശക്തികളെ ഏകോപിപ്പിക്കാനും വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഇടതുപക്ഷ വിരുദ്ധ സഖ്യം രൂപപ്പെടുത്താനും ശക്തമായ നീക്കം നടത്തുകയാണ്. EMS അക്കാദമി യൂണിവേഴ്സിറ്റി കോളേജിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്തസംഗമം ഇന്ന് തിരുവനന്തപുരത്ത്. 5 ജില്ലകളിൽ നിന്ന് 2 ലക്ഷം പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ അവകാശവാദം. പരിപാടി വലതുപക്ഷ ഏകീകരണത്തിന്റെ ഭാഗമാണെന്നാണ് CPM വിമർശനം. BJP സമരം അവസാനിപ്പിക്കുന്നതിനൊപ്പം ശബരിമല വിഷയം ഉയർത്തിയുള്ള നാമജപവും അയ്യപ്പജ്യോതി തെളിയിച്ചുമുള്ള പ്രതിഷേധങ്ങൾക്കും താൽക്കാലിക സമാപനമാണ് അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ കർമ്മസമിതി ലക്ഷ്യമിടുന്നത്. വൈകിട്ട് 5-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന ഭക്തസംഗമത്തിൽ 2 ലക്ഷം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം മാതാ അമൃതാനന്ദമയി ഉദ്ഘാടനം ചെയ്യും. ശബരിമല ആചാരം സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയും സംഗമത്തിൽ ചൊല്ലും. TP സെൻകുമാർ, KP ശശികല അടക്കം 20-ലധികം പേർ പരിപാടിയിൽ പ്രസംഗിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പരിപാടി വലതുപക്ഷ ഏകീകരണത്തിന്റെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശിച്ചു. അമൃതാനന്ദമയി രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കാറില്ലായിരുന്നുവെന്നും കോടിയേരി പറഞ്ഞു. അമൃതാനന്ദമയി സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു മഹത് വ്യക്തിയല്ല. പക്ഷെ എന്തുകൊണ്ട് അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു? എങ്ങനെ അവർ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു? അമൃതാനന്ദമയി മഠം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട ഒരു മഠമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള അയ്യപ്പ ഭക്തസംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് മുൻ ചീഫ് സെക്രട്ടറിയും ഭരണപരിഷ്കാര കമ്മീഷൻ അംഗവുമായ CP നായർ.
തന്നോട് ചോദിക്കാതെയാണ് പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ തന്റെ പേരുൾപ്പെടുത്തിയതെന്നും CP നായർ ന്യൂസ് 18നോട് പറഞ്ഞു. അയ്യപ്പ ഭക്ത സംഗമത്തിൽ പ്രസംഗിക്കുന്ന 20 പേരുടെ പട്ടികയിലാണ് സംഘാടകർ CP നായരുടെ പേരും ഉൾപ്പെടുത്തിയത്. സ്ഥിരീകരണത്തിനായി ഭരണപരിഷ്കാര കമ്മീഷൻ അംഗം കൂടിയായ CP നായരെ ഫോണിൽ ബന്ധപ്പെട്ടു. സംഘാടകരിൽ ആരും തന്നോട് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പട്ടികയിൽ പേര് ചേർത്തത് തന്നോട് ചോദിക്കാതെയാണ്. പരിപാടിയിൽ പങ്കെടുക്കില്ല. കൊല്ലത്ത് നേരത്തെ നിശ്ചയിച്ച പരിപാടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഉച്ചയോടെ കൊല്ലത്തേക്ക് പോകുമെന്നും CP നായർ പറഞ്ഞു. വിവാദമാക്കാനോ പരാതി നൽകാനോ താൽപര്യമില്ലെന്നും CP നായർ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല നടയടച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പന്തളം കൊട്ടാരം അറിയിച്ചു. ദർശനം നടത്തിയ 51 യുവതികളുടെ പട്ടിക സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സർക്കാർ തിരിച്ചടി ചോദിച്ചു വാങ്ങിയതാണെന്ന് കൊട്ടാരം പ്രതിനിധി ശശികുമാര വർമ്മ പറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വിവാദപൂർണമായ മണ്ഡല മകരവിളക്ക് കാലത്തിനാണ് സമാപനമായത്. അവസാന ദിവസം പന്തളം രാജപ്രതിനിധികൾക്ക് മാത്രമായിരുന്നു ദർശന സൗകര്യം. കൊട്ടാരം പ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം മേൽശാന്തി നടയടച്ച് താക്കോൽ കൈമാറി. ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരുമായി ഏത് ചർച്ചയ്ക്കും തയ്യാറാണെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാർ വർമ്മ ചടങ്ങുകൾക്ക് ശേഷം പറഞ്ഞു. ശബരിമലയിൽ ദർശനം നടത്തിയെന്ന പേരിൽ 51 യുവതികളുടെ ലിസ്റ്റ് സമർപ്പിച്ച സർക്കാർ കോടതിയിൽ നിന്നുള്ള അടി ചോദിച്ചു വാങ്ങുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരിക്കലും ഒരു ഗവൺമെന്റ് ചെയ്യാൻ പാടില്ല. ഇത് എന്തിനു വേണ്ടിയാണ് ആർക്കെന്തായ ഗുണം? ലിസ്റ്റ് വെറും ഒരു ബോഗസാക്കി ഉണ്ടായ സാധനമല്ലേ, അത് ആവശ്യമില്ലാതെ അടിമേടിക്കുകയായിരുന്നു. നവംബർ 15 നട തുറന്നതു മുതൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സംഘർഷഭരിതമായിരുന്നു മണ്ഡല മകരവിളക്ക് സീസൺ. BJP നേതാവ് K. സുരേന്ദ്രനും ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയും ആദ്യം അറസ്റ്റിലായി. നിയമസഭയ്ക്കുള്ളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധവും സഭയ്ക്ക് പുറത്ത് BJPയുടെ നിരാഹാരവും തുടങ്ങി. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെ തടഞ്ഞത് വിവാദമായി. നാമജപ പ്രതിഷേധങ്ങൾക്കിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മനീതി സംഘത്തിന് തിരിച്ചോടേണ്ടി വന്നു. ശബരിമല കർമ്മസമിതിയുടെ അയ്യപ്പ ജ്യോതിയും സർക്കാരിന്റെ വനിതാ മതിലും ഇതിനിടെ കേരളം കണ്ടു. വനിതാ മതിലിന്റെ പിറ്റേന്ന് പുലർച്ചെയാണ് കനകദുർഗയും ബിന്ദുവും ദർശനം നടത്തിയത്. കണ്ണൂരിൽ നിന്നുള്ള രേഷ്മ നിശാന്തും ഷാനിലയും 2 തവണ എത്തിയെങ്കിലും മല കയറാനായില്ല. ദർശനം നടത്തിയ യുവതികളെന്ന പേരിൽ സുപ്രീംകോടതിയിൽ സർക്കാർ സമർപ്പിച്ച ലിസ്റ്റിൽ പുരുഷന്മാരടക്കം കയറിക്കൂടിയത് സർക്കാരിന് തലവേദനയായി. ഈ മണ്ഡലകാലം ഇവിടെ പൂർണ്ണമാകുന്നു. ജനമനസ് ശബരിമല വിഷയത്തിൽ ഏത് മുന്നണിക്കൊപ്പമാണെന്നറിയാൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ നിധിനൊപ്പം R. കിരൺ ബാബു, ന്യൂസ് 18. സിനഡ് മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ഇടയ ലേഖനം കത്തിച്ച് എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിൽ വിശ്വാസികളുടെ പ്രതിഷേധം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ വിലക്ക് തീർത്ത സിനഡ് സർക്കുലർ പിൻവലിക്കണമെന്ന് സഭാ നവീകരണ പ്രസ്ഥാനം ആവശ്യപ്പെട്ടു. സഭാ നിർദ്ദേശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നതടക്കമുള്ള മുന്നറിയിപ്പുകളാണ് സിനഡ് സർക്കുലറിലുള്ളത്. പൊതുസമരങ്ങളിൽ വൈദികരും സന്യസ്തരും പങ്കെടുക്കരുത്. അഭിമുഖങ്ങളിലും ചാനൽ ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ സഭയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണം തുടങ്ങിയ സിനഡ് സർക്കുലറിലെ നിർദ്ദേശങ്ങൾക്കെതിരായാണ് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തിയത്. എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിർദ്ദേശങ്ങളടങ്ങിയ ഇടയലേഖനം കത്തിച്ചായിരുന്നു പ്രതിഷേധം. ഇടയലേഖനം കത്തിക്കുന്നതിനെതിരെ മറുവിഭാഗവും രംഗത്ത് വന്നു. സഭാ നിർദ്ദേശങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അച്ചടക്ക നടപടികൾ സഭാവിരുദ്ധ ഗ്രൂപ്പുകളുടെയും മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടി പ്രതിരോധിക്കാനുള്ള സമീപകാല പ്രവണതകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇടയലേഖനത്തിൽ പറയുന്നുണ്ട്. നിർദ്ദേശങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ തീർക്കുന്ന വിലക്കാണെന്ന് കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനം പറയുന്നു.
ചർച്ച് ആക്ഷൻ കൌൺസിൽ, ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിൽ തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ഇനിയൊരു കന്യാസ്ത്രീയോ അച്ഛനോ അതിനുള്ള തന്റെ ഇടം കാണിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ സർക്കുലാറുമായി ഇവർ നിലവിൽ ഇവിടെ വന്നിരിക്കുന്നത്. അത്തരം ജനാധിപത്യ വിരുദ്ധമായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സർക്കുലാർ ഇന്നിവിടെ കത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ പ്രതികരിക്കുന്ന അച്ഛന്മാർക്കോ കന്യാസ്ത്രീകൾക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ സംഘടനക്കാർ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇടയലേഖനം ഇന്ന് കുർബാന മധ്യേ സിറോ മലബാർ സഭകൾക്ക് കീഴിലുള്ള പള്ളികളിൽ വായിച്ചു. ന്യൂസ് 18 കൊച്ചി. തർക്കം നിലനിൽക്കുന്ന തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിൽ റോഡിൽ കുർബാനയർപ്പിച്ച് യാക്കോബായ വിഭാഗം. പ്രാർത്ഥനയ്ക്ക് പള്ളി തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യാക്കോബായ വിഭാഗം റോഡിൽ കുർബാനയർപ്പിച്ചത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു പ്രാർത്ഥന. ഓർത്തഡോക്സ് യാക്കോബായ സംഘർഷത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പള്ളി താൽക്കാലികമായി അടച്ചിരുന്നു. ഇന്ന് ഒരു ദിവസത്തേക്ക് പള്ളിയിൽ പ്രാർത്ഥന അനുവദിക്കണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യവും സമാധാന ചർച്ചയിൽ കലക്ടർ അംഗീകരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ യാക്കോബായ വിഭാഗം പള്ളിക്ക് മുന്നിൽ സംഘടിച്ചു. ഇതിനു പിന്നാലെയാണ് കുർബാന അർപ്പിച്ചത്. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് കുർബാനയ്ക്ക് നേതൃത്വം നൽകിയ ഫാദർ ബേസിൽ റോയ് ഏറാടിക്കുന്നിൽ വ്യക്തമാക്കി. വളരെ സമാധാനപരമായി ആരാധന നടത്തി വന്നിരുന്ന ഒരു ആരാധന സമൂഹത്തിന്റെ ആരാധന സ്വാതന്ത്ര്യം മനഃപൂർവ്വം നിഷേധിക്കാൻ വേണ്ടി കരുതിക്കൂട്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഒരു സഭാ മേലധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു കുർബാന നടന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500-ലേറെ പേർ പ്രാർത്ഥനയിൽ പങ്കാളികളായി. ന്യൂസ് 18 തൃശൂർ. വീണ്ടും വെള്ളമൂറ്റാൻ കൊക്കോകോള. പ്ലാച്ചിമടയിൽ പുതിയ സംരംഭം തുടങ്ങാനൊരുങ്ങി കൊക്കോകോള. നിലവിലെ പ്ലാന്റ് സർക്കാർ അടച്ചുപൂട്ടി വർഷങ്ങളായെങ്കിലും പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങാനുള്ള നീക്കമാണ് കമ്പനി നടത്തുന്നത്. പ്ലാച്ചിമടയിലെ പുതിയ പദ്ധതിയെക്കുറിച്ച് ഒരറിയിപ്പും കിട്ടിയിട്ടില്ലെന്ന് പെരുമാട്ടി പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. വീണ്ടും ജലചൂഷണത്തിനാണ് നീക്കമെങ്കിൽ അനുവദിക്കില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകരും പറഞ്ഞു. 2004 അടച്ചുപൂട്ടിയ പ്ലാച്ചിമടയിലെ കൊക്കോകോള പ്ലാന്റും സ്ഥലവും കഴിഞ്ഞ 15 വർഷമായി കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. പുതിയ സംരംഭം തുടങ്ങാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് 34 ഏക്കർ വരുന്ന ഫാക്ടറി പ്രദേശം അധികൃതർ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയത്. മുൻപ് പഴച്ചാർ സംസ്കരണ കേന്ദ്രം തുടങ്ങാൻ നീക്കമുണ്ടായിരുന്നുവെങ്കിലും പ്രതിഷേധം ഉയർന്നതോടെ കമ്പനി പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ വീണ്ടും പുതിയ സംരംഭം തുടങ്ങാനുള്ള നീക്കത്തിലാണ് കമ്പനി. ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. അതിന്റെ ഭാഗമായാണ് ഭൂമി നിരപ്പാക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ അനുമതിക്കായി കമ്പനി സമീപിച്ചിട്ടില്ലെന്ന് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു. വീണ്ടും ജലചൂഷണത്തിനാണ് നീക്കമെങ്കിൽ തടയുമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും വ്യക്തമാക്കി. ഇത് അവിടെ ഒരു പുതിയ പദ്ധതിക്കുള്ള നീക്കമാണ് നടക്കാൻ കഴിയുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങളോ ഏത് തരത്തിലുള്ള പ്രൊജക്റ്റാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല. പുതിയ പ്രൊജക്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊജക്റ്റാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയും മറിച്ച് കൊക്കക്കോളയെ പോലെ ജലചൂഷണം നടത്തി ഈ പ്രദേശമാകെ മലിനീകരിക്കുന്ന ഒരു പദ്ധതിക്കാണ് പുതുതായി നീക്കം നടത്തുന്നത് എങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് തുടർ ദിവസങ്ങളിൽ നേതൃത്വം നൽകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. പ്ലാച്ചിമടയിൽ കൊക്കോകോള ഉൽപാദനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നിലവിലെ സ്ഥലത്ത് നിരവധി പദ്ധതികൾ പ്ലാച്ചിമടയിലേക്ക് ആലോചിക്കുന്നുണ്ടെന്നും അന്തിമ തീരുമാനമായിട്ടില്ലെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പ്ലാച്ചിമടയിൽ കമ്പനി നടത്തുന്ന പുതിയ നീക്കത്തെ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ കാണുന്നത്. ന്യൂസ് 18 പാലക്കാട്. കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിലേക്ക് വെള്ളം നൽകാൻ മിനി ഡാം നിർമ്മിക്കാൻ സാധ്യത തേടി സർക്കാർ. കഞ്ചിക്കോട് വലിയ ഏരിയയ്ക്ക് സമീപം ഡാം നിർമ്മിക്കാനാണ് പദ്ധതി. എന്നാൽ ഇതിന്റെ പ്രാഥമിക പഠനം പൂർത്തിയായതോടെ പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി. 10 ദശലക്ഷം ഘനമീറ്റർ ജലമോ അതിൽ കൂടുതലോ സംഭരിക്കാൻ കഴിയുന്ന തരത്തിൽ മിനി ഡാം നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കിൻഫ്ര പാർക്കിലേക്ക് മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം നൽകുന്നതിന് എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് കഞ്ചിക്കോട് നരകംപള്ളിപ്പുഴയുടെ കൈവഴി കടന്നുവരുന്ന വലിയ ഏരിക്ക് കുറുകെ മിനി ഡാം നിർമ്മിക്കാനുള്ള സാധ്യത തേടുന്നത്. ജലവിഭവ വകുപ്പ് പദ്ധതിയുടെ പ്രാഥമിക പഠനം പൂർത്തിയാക്കി. ഇനി വിശദമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കണം. എന്നാൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതോടെ പരിസ്ഥിതി പ്രവർത്തകരും എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൃത്യമായ ഒരു പഠനമൊന്നും നടത്താതെയാണ് ഇത്തരം പ്രോജക്റ്റുകൾ ഇവിടെ കൊണ്ടുവരുന്നത്. അത് സ്വാഭാവികമായും വ്യവസായ സ്ഥാപനങ്ങൾ വരുമ്പോൾ നടത്തേണ്ട പ്രാഥമിക പഠനങ്ങൾ എന്നതുപോലെ തന്നെ ഈ ഡാമിന്റെ കാര്യത്തിലും ഇത്തരം പഠനങ്ങൾ നടത്തിയിട്ടില്ല. ഏകപക്ഷീയമായി വ്യവസായ മേഖലയെ സഹായിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. മിനി ഡാം വന്നാൽ കിൻഫ്രയിലെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും ഇവിടെ നിന്ന് വെള്ളം നൽകാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇതിനു പുറമെ IIT ക്യാമ്പസിലേക്കും
പ്രദേശത്തെ കുടിവെള്ള ആവശ്യത്തിനും പദ്ധതി പ്രയോജനപ്പെടുമെന്ന് അധികൃതർ വിലയിരുത്തുന്നു. ക്യാമറമാൻ KM പ്രയത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. മനുഷ്യക്കടത്തിലെ കണ്ണികൾ തേടി. മുനമ്പം മനുഷ്യക്കടത്തിന് ഉപയോഗിച്ച ദയാമാത ബോട്ടിൽ 230 പേർ തീരം വിട്ടെന്ന അറസ്റ്റിലായ പ്രഭുവിന്റെ വെളിപ്പെടുത്തലിൽ സംശയം പ്രകടിപ്പിച്ച് ബോട്ടിന്റെ ആദ്യ ഉടമ ജിബിൻ. പരമാവധി 64 പേർക്ക് ബോട്ടിൽ ഇരിക്കാനാകൂവെന്നും കൂടുതൽ പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ബോട്ടിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും ജിബിൻ ന്യൂസ് 18നോട് പറഞ്ഞു. മുനമ്പത്ത് നിന്നും 230 പേരെ വിദേശത്തേക്ക് കടത്തിയെന്നാണ് പോലീസ് കരുതുന്നത്. അറസ്റ്റിലായ പ്രഭു നൽകിയ മൊഴിയും ഇതുതന്നെ. 2 ബോട്ടുകളിലായാണ് ഇവർ പോയതെന്ന് ആദ്യം സംശയിച്ചെങ്കിലും പ്രഭുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു ബോട്ട് മാത്രമെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. ഇതിനു പിന്നാലെയാണ് ഇത്രയും പേർക്ക് ബോട്ടിൽ കയറാനാകില്ലെന്ന ബോട്ടിന്റെ ആദ്യ ഉടമയുടെ വെളിപ്പെടുത്തൽ. 14 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടിൽ പരമാവധി 64 പേരെ മാത്രമേ കുത്തിനിറയ്ക്കാൻ കഴിയൂ എന്ന് ജിബിൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇപ്പൊ ദീർഘദൂരം പോവാണെന്നുണ്ടെങ്കിൽ എത്ര പേരെ കയറ്റി പോകാൻ പറ്റും? ദീർഘദൂരം ഞാൻ പറഞ്ഞില്ല, 14 ഇരിക്കുന്ന കണ്ടീഷനായിട്ട് ദീർഘദൂരം പോകും. അതല്ലാതെ അപ്പൊ കൂടുതൽ ആളുകൾ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര പേരെ എടുക്കാൻ പറ്റും? അവിടെ ഒരു 50 പേരെങ്കിലും എടുക്കാൻ പറ്റും. അങ്ങനെ പോയ എല്ലാം കൂടെ എത്ര പേര്? 64 പേരുണ്ടാവും. 1.5 വർഷം ഉടമസ്ഥതയിലുണ്ടായിരുന്ന ബോട്ട് ഈ മാസം 7-നാണ് പള്ളിപ്പുറം സ്വദേശി ജിബിൻ വിൽക്കുന്നത്. 3 ദിവസത്തിന് ശേഷം മുനമ്പത്ത് വെച്ച് ബോട്ട് കണ്ടിരുന്നു. എന്നാൽ പെയിന്റിംഗിലെ മിനുക്ക് പണികൾ ഒഴികെ കാര്യമായ മാറ്റങ്ങൾ ബോട്ടിൽ വരുത്തിയിരുന്നില്ല. 7-ാം തീയതി ബോട്ട് കൊടുത്തിട്ട് പിന്നെ ബോട്ട് കാണുന്നത് എന്നാണ്. ഇതിനിടയിൽ എന്തെങ്കിലും വർക്ക് നടന്നോ? അവരവിടെ പെയിന്റ് അടിച്ചു, ക്യാബിനെ പെയിന്റ് അടിച്ചു, പിന്നെ ഫ്രണ്ടിലെ പൈപ്പ് വളഞ്ഞ് പൈപ്പ് അടിപ്പിച്ചു. അത് ഞങ്ങൾ കൊടുത്തപ്പോ ഞങ്ങൾ ഇറക്കി വരുന്നു. വേറെ മാറ്റങ്ങൾ പറ്റിയത് അറിയാമല്ലോ. പിന്നെ നമ്മൾ ബോട്ടിലെടുത്ത് തന്നിട്ടില്ല. 7-ാം തീയതി കഴിഞ്ഞിട്ട് ബോട്ടിനകത്തോട്ട് നമ്മൾ കയറിയിട്ടില്ല. ബോട്ടിന്റെ അടിത്തട്ടിൽ വരെ മാറ്റം വരുത്തി ആളുകളെ കുത്തിനിറച്ചുവെന്ന് കേസിൽ അറസ്റ്റിലായ പ്രഭു പറഞ്ഞത് ശരിയല്ലെന്നും ജിബിൻ പറയുന്നു. ബോട്ടിന്റെ അടിത്തട്ടിൽ കൂടുതൽ സ്ഥലമുണ്ടാക്കുക എളുപ്പമല്ല. വായു സഞ്ചാരമില്ലാത്തതിനാൽ സ്റ്റോറിൽ ആളുകളെ കയറ്റാനുമാകില്ല. കുത്തിനിറച്ച് എത്ര പേരിരിക്കും? ഡെക്കിന് മുകളിൽ പരമാവധി ആളുകളെ ഇരുത്തിയാൽ തിരമാലയിൽപ്പെട്ട് ബോട്ട് ആടിയുലയുമ്പോൾ യാത്രക്കാർ തെറിച്ചു വീഴും. ഇതിനാൽ 70ഓളം പേർ മാത്രമേ ബോട്ടിലുണ്ടാകൂവെന്നാണ് ജിബിൻ പറയുന്നത്. SS ശരൺ, ന്യൂസ് 18, കൊച്ചി. മുനമ്പം തീരത്ത് നിന്ന് ന്യൂസിലാൻഡിലേക്ക് പോയവരിൽ ശ്രീലങ്കൻ പൌരന്മാരും. ഗുരുവായൂരിൽ ലോഡ്ജിൽ താമസിച്ച 10 പേർ ശ്രീലങ്കക്കാരായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മുനമ്പം വഴി ന്യൂസിലാൻഡിലേക്ക് പോകാനായി 100ഓളം പേരാണ് ഗുരുവായൂരിൽ 3 ലോഡ്ജുകളിൽ ഒരാഴ്ച താമസിച്ചത്. ജനുവരി 5 വൈകിട്ട് 5 മണിയോടെയാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ ബസ്സിൽ ഗുരുവായൂരിൽ സംഘമെത്തിയത്. സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജുകളായ സിയ ടവർ, പ്രാർത്ഥന ഇൻ, പ്രസാദം മിൽ എന്നിവിടങ്ങളിൽ ഇവർ താമസം ഉറപ്പാക്കി. ഭിന്നശേഷിക്കാരിയായ കുട്ടിയുടെ പൂജയ്ക്ക് വേണ്ടിയാണ് ഗുരുവായൂരിൽ എത്തിയതെന്നാണ് സംഘം ധരിച്ചിരുന്നത്. പ്രസാദം മില്ലിൽ താമസിച്ച 3 കുടുംബങ്ങൾ ശ്രീലങ്കൻ സ്വദേശികളായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഇവർ അഡ്രസ് പ്രൂഫായി ലോഡ്ജിൽ നൽകിയത് ശ്രീലങ്കൻ പാസ്പോർട്ടായിരുന്നു. ഇവർക്ക് ഇന്ത്യൻ വിസയും ഉണ്ടായിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. ശ്രീലങ്കയിൽ നിന്ന് ജനുവരി 4-നാണ് സംഘം ചെന്നൈയിലെത്തിയത്. 7-ാം തീയതി പ്രസാദം മില്ലിലെ താമസം അവസാനിപ്പിച്ച് ശ്രീലങ്കൻ സ്വദേശികൾ പ്രാർത്ഥന ഇന്നിലേക്ക് മാറി. പ്രാർത്ഥന ഇന്നിലും സിയ ടവറിലുമുള്ളവർ ഡൽഹി, ചെന്നൈ സ്വദേശികളായിരുന്നു. ഒരാഴ്ച ഗുരുവായൂരിൽ ചെലവിട്ട ശേഷം ജനുവരി 11-ാം തീയതി 4:30-യോടെ ബസ്സിലും ട്രാവലറിലുമായി ഗുരുവായൂരിൽ നിന്ന് മുനമ്പത്തേക്ക് സംഘം പുറപ്പെട്ടു. 12-ന് പുലർച്ചെ ന്യൂസിലാൻഡിലേക്ക്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്യൻ രാജ്യമായ ഇറ്റലിയിലേക്ക് നിയമവിരുദ്ധമായി കടക്കാൻ ശ്രമിച്ചവരുടെ ബോട്ട് മുങ്ങി 117 പേർ മരിച്ചതായി റിപ്പോർട്ട്. മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ ലിബിയൻ തീരത്തിനടുത്താണ് ദാരുണ അപകടം. ഇറ്റലിയുടെ സൈനിക ഹെലികോപ്റ്ററാണ് കടലിൽ മുങ്ങി താഴുന്ന ബോട്ട് കണ്ടെത്തിയത്. അതിവേഗം രക്ഷാപ്രവർത്തനം തുടങ്ങിയെങ്കിലും 3 പേരെ മാത്രമേ രക്ഷിക്കാനായുള്ളൂ. സുഡാൻ, നൈജീരിയ, ഐവറി കോസ്റ്റ് തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. നിരവധി കുട്ടികളും 3 ഗർഭിണികളടക്കം 20ഓളം സ്ത്രീകളും ബോട്ടിലുണ്ടായിരുന്നു. ലിബിയയിൽ നിന്നും ഇറ്റലിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ. അഭയാർത്ഥികൾക്കായുള്ള അന്താരാഷ്ട്ര സംഘടനയാണ് അപകടം പുറം ലോകത്തെ അറിയിച്ചത്. മെക്സിക്കോയിൽ പൈപ്പ് ലൈനിൽ നിന്നും എണ്ണ മോഷ്ടിക്കുന്നതിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ 71 പേർ മരിച്ചു. അപകടത്തിൽ 76 പേർക്ക് പരിക്കേറ്റു. ചോർച്ചയുണ്ടായ പൈപ്പ് ലൈനിൽ നിന്നും പ്രദേശവാസികൾ എണ്ണ മോഷ്ടിക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടാവുകയായിരുന്നു. മെക്സിക്കോ സിറ്റിക്ക് 110 കിലോമീറ്റർ വടക്കാണ് സ്ഫോടനത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായത്. ഇന്ധനമോഷണത്തിനെതിരെ സർക്കാർ വ്യാപക പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കെയാണ് അപകടം.
49ാം ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിസ് റിസോർട്ട് പട്ടണമായ ദാവോസിൽ 22-ന് ആരംഭിക്കും. 4 ദിവസം നീളുന്ന ഫോറത്തിൽ 65ഓളം രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെ 3000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. അതേസമയം ഭരണസ്തംഭനത്തെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളെ തുടർന്ന് ഇതാദ്യമായി US പ്രതിനിധി സംഘം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി സുരേഷ് പ്രഭുവാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക.